ജമ്മുകശ്മീരിലെ കത്വയിൽ സൈനിക നടപടി 5 ഭീകരരെ സേന വളഞ്ഞതായി വിവരം. ഈ മേഖലയിൽ വൻ ആയുധ ശേഖരം കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സേന തെരച്ചിൽ തുടങ്ങിയത്. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, ഏത് തരത്തിലേക്കുള്ള സൈനിക നടപടി കത്വയിൽ പുരോഗമിക്കുന്നു എന്നതാണ്? ഭീകരരെ വളഞ്ഞിട്ടുണ്ട്, മറ്റെന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുജ, കഴിഞ്ഞ 3 ദിവസമായി തന്നെ ജമ്മു കശ്മീർ കത്വയിൽ സൈനിക നടപടി പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ സേന ആ ദൌത്യം ആരംഭിക്കുകയായിരുന്നു. ഈ ദൌത്യത്തിനിടയിൽ പല ഘട്ടങ്ങളിലായി വൻ ആയുധശേഖരം കണ്ടെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും അതിനെല്ലാം പിന്നാലെ വീണ്ടും സൈനിക നടപടി മേഖലയിൽ ശക്തമാക്കിയിരിക്കുകയാണ്. നിലവിൽ 5 ഭീകരരെ വളഞ്ഞതായുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ സുരക്ഷാ സേനയുടെ തെരച്ചിൽ നടക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ വനമേഖലയ്ക്കുള്ളിൽ ചില വെടിയുച്ചകൾ കേട്ടതായി പ്രദേശവാസികളും ഇതുമായി ബന്ധപ്പെട്ട പറയുകയുണ്ട്. പക്ഷേ അതൊരു ഏറ്റുമുട്ടലിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സേനയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണവും സേനയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. മറിച്ച് ഇവിടെ ഒരു സെർച്ച് ഓപ്പറേഷൻ നടക്കുന്നതായാണ് സേന അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ആ ദൌത്യം കത്വ മേഖല കേന്ദ്രീകരിച്ച് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, കത്വയിലാണ് വൻ ആയുധശേഖരം സൈന്യം കണ്ടെത്തി. അതിനെ തുടർന്ന് സൈന്യം ഈ മേഖല വളഞ്ഞിരിക്കുന്നു. ഭീകരരെ ഉൾപ്പെടെ പിടികൂടുന്നതിലേക്ക് സൈന്യം എത്തിയിരിക്കുന്നു.